ദുബായിലെ എൻ്റെ ഓരോ ദിവസവും ഒരുപോലെയല്ല. ചില ദിവസങ്ങൾ ഞാൻ ഫുള്ളി പ്ലാൻ ചെയ്തിറങ്ങും, ചില ദിവസങ്ങൾ എന്നെ ഒരുപാട് സർപ്രൈസ് ചെയ്യും. ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ എൻ്റെ പടക്കുതിരയെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടാണ്. പിന്നെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ. എത്ര തിരക്കുണ്ടെങ്കിലും ഈ ദിവസത്തിൻ്റെ നല്ലൊരു തുടക്കം കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് കഴിഞ്ഞ് നേരെ പ്രോജക്റ്റ് സൈറ്റിലേക്ക്. ജോലികളെല്ലാം ഉത്തരവാദിത്തോടു കൂടി തന്നെയല്ലേ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തി സൈറ്റ് വിസിറ്റ് പൂർത്തിയാക്കി അടുത്ത റോളിലേക്ക് ഞാൻ കടന്നു. ഗസ്റ്റിനെ പിക്ക് ചെയ്തതോടെ ഇന്നത്തെ അഡ്വഞ്ചർ ഒഫീഷ്യലി സ്റ്റാർട്ടായി. പുതിയ ആളുകളും പുതിയ കോൺവെർസേഷനും പുതിയ എക്സ്പീരിയൻസും ഈ ജോലിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അത് തന്നെയാണ്. നമ്മളെ ക്യാമലിന്റെ മലയാളം പഠിപ്പിച്ചെടുക്കണം, ഒട്ടകം. ഡെസേർട്ടിൽ എത്തിയപ്പോൾ തന്നെ ആദ്യം ട്രഡീഷണൽ സ്കേർഫ് എല്ലാം ആണെന്ന് പറഞ്ഞു, അത് സെറ്റ് ആയി കൊടുത്തു. പിന്നീട് എല്ലാവരും എൻ്റെ കാത്തിരുന്ന് കോഡ് ബൈക്ക് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ചിലർക്ക് ചെറിയ പേടിയുണ്ട്, ചിലർക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. പക്ഷേ റൈഡ് കഴിഞ്ഞപ്പോൾ എല്ലാവരും മുഖത്ത് ഒരേ സന്തോഷം. അതിനുശേഷം ടയറിലെ പ്രഷറൊക്കെ ഒന്ന് കുറച്ച് ഞാനൊന്ന് ഡൂൺ ബാഷിങ്ങുള്ള തയ്യാറെടുപ്പിലായി. മുന്നിൽ അവസാനമില്ലാത്ത മണൽക്കൂനകളും കൂടെ ഗസ്റ്റിൻ്റെ എക്സൈറ്റ്മെൻറ്റും സ്റ്റെയറിംഗ് പിടിച്ചിരിക്കുന്ന എനിക്ക് ഇതാണ് മക്കളെ യഥാർത്ഥ ഫ്രീഡം. കിഡിലിന് അഡ്വഞ്ചർ ഡൂൺ ബാഷിംഗ് കഴിഞ്ഞ് നേരെ വിട്ട് ക്യാമ്പിലേക്ക്. ലൈവ് എൻ്റർടൈൻമെൻറ്റ് ഷോ ആയിട്ടുള്ള ബെല്ലി ഡാൻസും ഫയർ ഡാൻസും എല്ലാം തീർന്ന് സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞ് അപരിചിതരായി വന്നവർ നമ്മുടെ സ്വന്തം സുഹൃത്തുക്കളായി മാറിയിട്ടുണ്ടായിരുന്നു. രാത്രി എല്ലാവരും സേഫിൽ ഞാൻ തിരികെ ഹോട്ടലിലെത്തിച്ചു. ശരീരം എന്തായാലും ക്ഷീണിച്ചിട്ടുണ്ടാവാം, പക്ഷേ മനസ്സ് നല്ല ഹാപ്പിയാണെന്നുള്ള അവരുടെ മുഖം കണ്ടാലറിയാം. കാരണം എനിക്കിതൊരു ജോബായിട്ട് മാത്രമല്ല ഞാനിത് കാണുന്നത്. ദുബായിലെത്തുന്ന ഓരോ ഗസ്റ്റിനും ഓർത്തിരിക്കാൻ കഴിയുന്ന മെമ്മറീസ് നൽകാനുള്ള ഒരു അവസരമായാണ്. ഇതാണ് എൻ്റെ ഒരു ദിവസം. വർക്ക്, പാഷന്, പീപ്പിൾ ആൻഡ് അഡ്വഞ്ചർ. വെൽക്കം ടു ദുബായ് വിത്ത് ഷെരീഫ്. താങ്ക് യു.